മഞ്ഞ് കാണാനും മഞ്ഞ് കളിക്കാനാണ് ഞങ്ങൾ പോയത്. പക്ഷെ മഞ്ഞ് ഇത്ര ഡേഞ്ചർ ആണെന്ന് അറിഞ്ഞില്ല. കേദർകാന്ത ട്രക്കിങ്ങിന്റെ 3-ാം ദിവസമാണ്. വെളുപ്പിന് 3 മണിയാകുമ്പോൾ തന്നെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. സൺറൈസ് ആകുമ്പോൾ തന്നെ കേദർകാന്തിന്റെ ടോപ്പിലെത്തണം. അന്നേരം നമുക്ക് കറക്റ്റ് സൺറൈസ് കിട്ടുള്ളൂ. അതിനൊരു 3 മണിക്കൊക്കെ എണീച്ച് നടക്കണം. കഴിഞ്ഞ 2 ദിവസത്തിന്റെ കാട്ടിയും ദൂരം കുറവാണ്, പക്ഷെ കുത്തനുള്ള കയറ്റമാണ്. പിന്നെ നല്ല തണുപ്പും നല്ല കാറ്റും. നമ്മൾ ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ വെക്കുമ്പോൾ മഞ്ഞ് ഇടിഞ്ഞിടിഞ്ഞു പോകും. മര്യാദക്ക് നോക്കി കാല് വെച്ചില്ലെങ്കിൽ താഴ്ത്ത് കിടക്കും. മേളിലേക്ക് കയറാൻ ഇത്തിരി ടാസ്ക് ആണ്, പക്ഷെ കഷ്ടപ്പാട് തൊട്ട് മേളിലെത്തി ആ സൺറൈസ് ആണെങ്കിലേ വേറെ വൈബ് തന്നെയാണ്. മേളിൽ അധികം നേരം നിൽക്കാൻ പറ്റൂല. നല്ല തണുപ്പും നല്ല കാറ്റുമാണ്. കൈയൊക്കെ മരവിക്കും. ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല പാടാണ്. ഒരു 20 മിനിറ്റ് മേളിൽ നിർത്തും. അത് കഴിയുമ്പോൾ താഴത്തേക്ക് ഇറങ്ങണം. താഴത്തേക്ക് ഇറങ്ങാൻ സിമ്പിൾ ആണ്. ഇറങ്ങിയാൽ മതി. മൊത്തം കയറാൻ നല്ല പാടാണെങ്കിലും ഇറങ്ങാൻ നല്ല സിമ്പിൾ ആണ് ട്ടാ. 3 ദിവസം കൊണ്ട് ട്രക്ക് ചെയ്ത് ഞങ്ങൾ മേളിലെത്തി. ഞങ്ങൾക്ക് തിരിച്ചത് ഒറ്റ ദിവസം കൊണ്ട് താഴത്തേക്ക് പോകാൻ പറ്റും. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ചുടാക്ക തലാബി പോയി സ്റ്റേ ചെയ്യാം, അല്ലെങ്കിൽ താഴത്തെ വില്ലേജിൽ പോയി സ്റ്റേ ചെയ്യാം. ഞങ്ങൾ നേരെ വില്ലേജിൽ പോയി സ്റ്റേ ചെയ്യാന്ന് വിചാരിച്ചു. കയറി വന്ന വഴിയല്ല ഞങ്ങൾ തിരിച്ചു പോകണം. തിരിച്ചൊരു കാട്ടിൽ കൂടി കണ്ടു പോയാ. ഞങ്ങളുടെ ഗൈഡൊക്കെ സൂപ്പർ ഗൈഡായിരുന്നു. ഗൈഡ് ഫ്രണ്ടിൽ പോകും, പിന്നെ ഗൈഡിനെ കാണൂല. അപ്പോൾ ഗൈഡ് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ മാർക്ക് നോക്കി അനുസരിച്ച് പോയി കഴിഞ്ഞാൽ കറക്റ്റ് സ്ഥലത്ത് അങ്ങ് എത്തും. വെളുപ്പിന് 3 മണിക്ക് തുടങ്ങിയ ട്രക്കിംഗ് ആണ്. 6 മണിയായപ്പോൾ വില്ലേജിലെത്തി. നല്ല സൺസെറ്റ് ഒക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് ഇത്തിരി തീയൊക്കെ കൊണ്ടിട്ട് നേരെ കിടന്നങ്ങോട്ട് ഉറങ്ങി.